സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. നൗഫൽ കൂടി ചേരുകയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളുമായി. നൗഫൽ, ഗുഡ് മോർണിംഗ്. മഴയൊന്ന് അല്പം തോർന്നു നിൽക്കുന്ന സാഹചര്യമാണെന്ന് തോന്നുന്നു. എങ്കിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. 2 ദിവസം കനത്ത മഴ തുടരുമെന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? സിന്ദൂരി, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്ത് യാതൊരു മുന്നറിയിപ്പും നിലനിൽക്കുന്നില്ല. സിന്ദൂരി പറഞ്ഞതുപോലെ രാവിലെ തന്നെ കനത്ത മഴയായിരുന്നു. നമ്മളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആ ഒരു അന്തരീക്ഷം മാറി ഒരു വെയിലിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. സിന്ദൂരി പറഞ്ഞതുപോലെ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഈ പറയുന്ന ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഇന്നലെയൊക്കെ വിദ്യാലയങ്ങൾക്കൊക്കെ അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 9 ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ അനുഭവപ്പെടുന്ന ഒരു ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമായി പറയുന്നത്. മാത്രമല്ല കേരള, ലക്ഷദ്വീപ്, കർണാടക ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ വരുന്ന 4-ാം തീയതി വരെ മത്സ്യബന്ധനത്തിനും കനത്ത വിലക്ക് തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരത്തും സംസ്ഥാനത്തൊട്ടാകെയും മലയോര പ്രദേശങ്ങളിലാണ് ഈ മഴ ശക്തമാകുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ അപേക്ഷിച്ച് അത്ര തന്നെ ഇല്ല. എങ്കിലും ഈ പറയുന്ന 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിലേക്ക് യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സിന്ദൂരി, നൗഫൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, മഴ കനക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ പകർച്ചപ്പനിയും കൂടി രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇതാ പകർച്ചപ്പനിയുടെ കാര്യത്തിൽ എല്ലാവിധ നിയന്ത്രണങ്ങളും വിട്ടു നിൽക്കുന്നു കേരളത്തിൽ, അല്ലേ? സിന്ദൂരി സൂചിപ്പിച്ച വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അതിൻ്റെ ഓരോ കണക്കും ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പോയ ജൂൺ മാസത്തിൽ മാത്രം 3 ലക്ഷത്തിലധികമാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്ക് ഇന്നലെ മാത്രം 12,276 പേരാണ് വിവിധ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പനി മൂലം ചികിത്സ നേടിയത്. മാത്രമല്ല ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡെങ്കി പോലെയുള്ള പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായ അസുഖങ്ങൾ വ്യാപകമായി കൂടുന്നു എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് 97 പേർക്കാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 313 പേർ വിവിധ ആശുപത്രികളിൽ ഇതേ ഡെങ്കിയുടെ ലക്ഷണങ്ങളോടുകൂടി നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഷിഗല്ല ഇന്നലെ 6 പേർക്ക്, ഇന്നലെ കോഴിക്കോട് ഉൾപ്പെടെ പാലക്കാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, അങ്ങനെ വിവിധ ജില്ലകളിലായി ഇന്നലെ ഷിഗല്ലയും 6 പേർക്ക് സ്ഥിരീകരിക്കുന്ന ഒരു ലക്ഷണമാണ്. നമ്മൾ ജൂൺ മാസം ആദ്യവാരം മുതലേ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ക്രമാതീതമായി അത് വർധനവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു ശമനം, ഒരു കുറവ് എന്നൊരു അനുകൂലമായ കാര്യങ്ങളിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വരുന്നില്ല എന്ന ആശങ്കാജനകമായ കാര്യം തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ ജൂൺ മാസത്തിലെ കണക്ക് മാത്രമാണ് 3 ലക്ഷത്തിന് പുറത്തേക്ക് പോയത്. ഇന്നലെ ഈ ജൂലൈ മാസം ആരംഭിച്ച് ഇന്നിപ്പോൾ 3-ാം തീയതി ആകുമ്പോൾ ഇന്നലെയും അത് 12,000-ന് പുറത്തോട്ട് തന്നെയാണ്. അതായത് 10,000-ന് പുറത്ത് നമ്മൾ എന്നും പറയുമ്പോൾ അത് 12,000 മുതൽ 15,000 വരെ ഓരോ ദിവസവും ആ കണക്കുകൾ എത്തുന്നു. അതിൽ തന്നെ ഡെങ്കിയും ഷിഗല്ലയും അതുപോലെ എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഈ മഴയുടെ കൂടി പശ്ചാത്തലത്തിൽ. വേണ്ട രീതിയിൽ തന്നെ ഇത് തന്നെയും ഒരുപാട് പത്രമാധ്യമങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അതായത് ഈ പറയുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നം ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധിയായി തന്നെ നേരിടുന്നുണ്ട്. നഗരസഭ അതിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അത് കൃത്യമായ ചിത്രങ്ങൾ സഹിതം നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ആശങ്കാജനകമായ സാഹചര്യവും നിലനിൽക്കുന്നത്. സിന്ദൂരി.